നമസ്കാരം. ലോകസഭയിൽ 2/3 ഭൂരിപക്ഷം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി.ജെ.പി. അതിനോട് അടുക്കുകയുമാണ്. എന്നാൽ രാജ്യസഭയിലോ ഏകദേശം 2/3 ഭൂരിപക്ഷത്തിലേക്ക് ബി.ജെ.പി. എത്താറായി. ഇതിനെ തടയിടാൻ പ്രതിപക്ഷ സഖ്യത്തിന് കഴിയുന്നുണ്ടോ? കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. തമിഴ്നാട്ടിലെ ഇലക്ഷനും അതിനോടനുബന്ധിച്ച് ടി.വി.കെയോട് കോൺഗ്രസ് നടത്തിയ ഒത്തുചേരലും പ്രതിപക്ഷ ഐക്യത്തിന്റെ അടിസ്ഥാന ശിലകൾ ഇളക്കിയിരിക്കുകയാണ്. മുൻപേ തന്നെ മമതാ ബാനർജി ഈ പ്രതിപക്ഷ ഐക്യത്തിൽ നിന്ന് ഏകദേശം പുറത്തായി, അല്ലെങ്കിൽ പുറത്തുപോയി എന്ന് പറയുന്നതായിരിക്കും സത്യം. 2024 ഇലക്ഷന് ബി.ജെ.പിക്ക് ലഭിച്ചത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ്. ആ തിരിച്ചടിയിൽ നിന്ന് ബി.ജെ.പി. പലതും പഠിച്ചു. പാഠങ്ങൾ ഉൾക്കൊണ്ട് ഉണർന്നു പ്രവർത്തിച്ച ബി.ജെ.പി. ഇപ്പോൾ മുന്നോട്ടാണ്. ബീഹാറും ഹരിയാനയും മഹാരാഷ്ട്രയും പിടിച്ചുകൊണ്ട് മുന്നേറിയ ബി.ജെ.പി. ഇപ്പോൾ പശ്ചിമ ബംഗാളും തങ്ങളുടെ അധീനതയിലാക്കിയിരിക്കുകയാണ്. ബി.ജെ.പിയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിച്ച പ്രതിപക്ഷ ഐക്യം ഏകദേശം ശിഥിലമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, ബി.ജെ.പി. ഉണർന്നു പ്രവർത്തിക്കുന്ന ഈ സാഹചര്യത്തിൽ ബി.ജെ.പിയെ പുറത്താക്കുക ബുദ്ധിമുട്ട് തന്നെയാണ് കുറെ കാലത്തേക്കെങ്കിലും. ഏറ്റവും കുറഞ്ഞത് 50 വർഷം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബി.ജെ.പിയുടെ ഭരണം മുന്നോട്ട് പോകുന്നത്. അടുത്ത ഇലക്ഷന് എന്ന് പറഞ്ഞാൽ 2029 നടക്കുന്ന ഇലക്ഷനും നരേന്ദ്രമോദി തന്നെയായിരിക്കും ബി.ജെ.പിയെ NDA നയിക്കുക എന്ന് അസന്നിഗ്ധമായി ഭരണത്തിലെ 2ാം സ്ഥാനക്കാരനായ അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ ഐക്യം ശിഥിലമാകുന്നത് ബി.ജെ.പിക്ക് ഒരുപാട് സന്തോഷമുളവാക്കുന്ന കാര്യമാണ്. അത് അവർ തങ്ങളുടെ പ്രസ്താവനകളിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പശ്ചിമ ബംഗാളിലും സ്വന്തം ഭരണമെത്തിയതോടുകൂടി ബി.ജെ.പി. വളരെ ആത്മവിശ്വാസത്തിലാണ്. ഇന്ത്യയുടെ ഭരണത്തിൽ ഏകദേശം 72% ബി.ജെ.പിയോ സഖ്യകക്ഷികളോ ആണ് ഭരിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്നത് ഏതാനും ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. കേരളം, തെലങ്കാന, കർണാടക, ഹിമാചൽ പ്രദേശ് എന്നീ 4 സംസ്ഥാനങ്ങൾ മാത്രമാണ് കോൺഗ്രസിന്റെ ഭരണത്തിന് കീഴിലുള്ളത്. ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് ഭരണത്തിലെത്തിയപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് മാത്രമല്ല, ദേശീയ നേതൃത്വം പോലും വളരെ സന്തോഷത്തിലാണ്, ആവേശത്തിലാണ്. പക്ഷേ വെറും 4 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഭരണമുള്ളത്. കോൺഗ്രസിന്റെ ഈ 4 സംസ്ഥാനങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ വീണ്ടും 4 സംസ്ഥാനങ്ങൾ കൂടി മാത്രമാണ് ബി.ജെ.പി. ഇതര സർക്കാരുകൾ ഭരിക്കുന്നത്. അതിൽ തമിഴ്നാട്ടിൽ ടി.വി.കെയും, മിസോറാമിൽ സെറം പീപ്പിൾ മൂവ്മെന്റും, ജാർഖണ്ഡിൽ JMM-ഉം, പഞ്ചാബിൽ AAP-യുമാണ് ബി.ജെ.പി. ഇതര സർക്കാരുകൾ. തമിഴ്നാട്ടിൽ ദേശീയ പ്രതിപക്ഷ ഐക്യത്തിൽ നിന്ന് DMK പിന്മാറിക്കഴിഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, ടി.വി.കെയോട് കോൺഗ്രസ് കൂട്ടുചേർന്നത്. അത് DMK-യോട് പോലും ആലോചിക്കാതെ ഏകദേശം 20 വർഷത്തിൽ കൂടുതൽ ഒന്നിച്ചു നിന്നവരാണ് DMK-യും കോൺഗ്രസും. എന്നിട്ട് പോലും DMK-യോട് ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ ആവേശത്തിൽ കോൺഗ്രസ് ടി.വി.കെയോട് ഒത്തുചേരുകയായിരുന്നു. ബി.ജെ.പിയെ മാറ്റി നിർത്താൻ എന്നാണ് കാരണം പറഞ്ഞതെങ്കിലും ടി.വി.കെയോട് ആലോചിക്കാത്തത് കൊണ്ട് തന്നെ ഇനി കോൺഗ്രസുമായി യാതൊരു ബന്ധവും ഭാവിയിൽ വച്ചു പുലർത്തില്ല എന്ന് DMK പ്രഖ്യാപിച്ചു കഴിഞ്ഞു. VC-കെയും ഇടത് കക്ഷികളും മുസ്ലിം ലീഗുമൊക്കെ DMK പ്രസിഡന്റുമായി കൂടിച്ചർച്ച നടത്തിയതിനു ശേഷം മാത്രമാണ് ടി.വി.കെയോട് കൂട്ടുകൂടാൻ തയ്യാറായത്. എന്നാൽ കോൺഗ്രസ് അങ്ങനെയായിരുന്നില്ല. അതിന്റെ പരിഭവം DMK ശക്തമായി പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നിരയിൽ നിന്ന് DMK പിന്മാറുകയാണ്. കഴിഞ്ഞ തവണ ലോകസഭയിൽ അവതരിപ്പിച്ച 2 ബില്ലുകൾ, മണ്ഡല പുനർനിർണയ ബിൽ, അതുപോലെ സ്ത്രീ സംവരണ ബിൽ, ഇതിൽ 2ലും കോൺഗ്രസിനോടൊപ്പം ഒന്നിച്ചു നിന്നവരാണ് മമതാ ബാനർജിയും അതുപോലെ തന്നെ സ്റ്റാലിനും. 2004 ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിന് സോണിയാഗാന്ധിക്ക് ഒപ്പമുണ്ടായിരുന്നവരാണ് കരുണാനിധിയും ലാലു പ്രസാദ് യാദവും. അവർക്ക് അർഹമായ പരിഗണന മുന്നണിയിൽ കൊടുത്തിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ അധികാരമെത്തിയപ്പോൾ താൻ പോരുമ കൊണ്ട് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളെ അതിൽ നിന്ന് അകറ്റുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി വിട്ടപ്പോൾ തന്നെ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ആ സഖ്യം തകരാൻ തുടങ്ങിയിരുന്നു. UPA-യുടെ സാധ്യതകൾ ഇല്ലാതാക്കാൻ തുടങ്ങിയിരുന്നു.
ഇടതുപക്ഷത്തിന് ഇന്ത്യയിലാകെ അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിലും ഇപ്പോൾ അധികാരത്തിലില്ല, കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലും നാമാവിശേഷമായി, ത്രിപുരയിലും നാമാവിശേഷമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തു നിന്നുള്ള സഹായം ഇന്ത്യ മുന്നണിക്ക് ഇനിയില്ല. DMKക്ക് ലോകസഭയിൽ 22 എംപിമാരുണ്ടായിരുന്നു, രാജ്യസഭയിൽ 8 എംപിമാരും. അതുകൊണ്ട് തന്നെ DMKയുടെ പിന്തുണ കോൺഗ്രസിന് വൻ നേട്ടമായിരുന്നു. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി തകർന്നടിഞ്ഞ ഈ സാഹചര്യത്തിൽ വരുന്ന പാർലമെന്റ് ഇലക്ഷനിലേക്ക് മമതയുടെ സാധ്യതകൾ ഇല്ലാതാവുകയാണ്. അതുപോലെ തുടർന്ന് വരുന്ന രാജ്യസഭാ ഇലക്ഷനുകളിലും മമതയുടെ പാർട്ടിക്ക് തൃണമൂൽ കോൺഗ്രസിന് രാജ്യസഭയിലേക്ക് എത്തുന്നതിനുള്ള സാഹചര്യങ്ങളും അസ്തമിച്ചിരിക്കുന്നു. ലോകസഭയിൽ 3/2 ഭൂരിപക്ഷത്തിലേക്ക് BJP എത്തുന്നതോടുകൂടി രാജ്യസഭയിലേക്ക് ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതോടുകൂടി ഇന്ത്യയുടെ എല്ലാ ഭരണ നിർവഹണ കേന്ദ്രങ്ങളും BJPയുടെ കൈപ്പിടിയിൽ ഒതുങ്ങും. ഇനി BJPയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ പെട്ടെന്നൊന്നും കഴിയില്ല എന്ന് തന്നെ വിശ്വസിക്കണം. ഏറ്റവും കുറഞ്ഞത് 50 വർഷത്തേക്കുള്ള തുടർ ഭരണം എന്ന ലക്ഷ്യം BJP സാധൂകരിക്കുന്നു എന്ന് സാരം. മാത്രമല്ല BJPയിലേക്ക് അധികാര കേന്ദ്രങ്ങളിലേക്ക് യാതൊരു തർക്കവും മത്സരവുമില്ല. അടുത്ത ഇലക്ഷനും മോദി തന്നെയാണ് നയിക്കുക എന്നുള്ള രണ്ടാമനായ അമിത്ഷായുടെ പ്രസ്താവനയോടുകൂടി പലരും വിചാരിച്ചിരുന്ന കാര്യവും അസ്തമിക്കുകയാണ്. അമിത്ഷാ മുന്നിലേക്ക് വരും, മോദിക്ക് ശക്തനായ പാർട്ടിക്കുള്ളിലെ എതിരാളിയായി മാറും എന്നുള്ള പ്രതീക്ഷ പ്രതിപക്ഷത്തിന് നഷ്ടപ്പെട്ടു. അങ്ങനെ BJP ശിഥിലമാകും എന്നുള്ള പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി കോൺഗ്രസിനെ സംബന്ധിച്ച് നേതൃദാരിദ്ര്യമുള്ള പാർട്ടിയായി മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ശക്തമായി സഹായിച്ചുകൊണ്ടിരുന്ന DMKയും നേതൃദാരിദ്ര്യം അനുഭവിക്കുന്നു. ഇടതുപക്ഷത്തിനാണെങ്കിൽ നേതാക്കളെ ഇല്ലാത്ത അവസ്ഥയായി മാറിക്കഴിഞ്ഞു. BJP ആഗ്രഹിക്കുന്ന നിയമങ്ങളൊക്കെ ലോകസഭയിലും രാജ്യസഭയിലും പാസാക്കിയെടുക്കുക 1-2 വർഷം കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലാതായി മാറും. ശിഥിലമായ പ്രതിപക്ഷവും തകരുന്ന കോൺഗ്രസും BJPക്ക് നൽകുന്ന ശുഭപ്രതീക്ഷ ചെറുതല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.